സെക്കൻഡും. ഇന്ന് പരിശുദ്ധ റമദാൻ. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഒരു മാസക്കാലത്തെ നോമ്പിൻ്റെ ആദ്യ ദിവസമാണെന്ന് നിഷ്ഠയോടെയുള്ള പ്രാർത്ഥനകൾ, സഹജീവികളോടുള്ള കാരുണ്യത്തിന് മുൻഗണന നൽകണമെന്ന നിർദ്ദേശം കൃത്യമായി പാലിക്കാൻ സദാ ജാഗരൂകരാകിയിരിക്കും വിശ്വാസികൾ ഈ ഒരു മാസക്കാലം. റമദാൻ മാസം എന്തുകൊണ്ടും പുണ്യ ദിവസങ്ങൾ തന്നെ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇനി നോമ്പുകാലം. വിശ്വാസികൾക്ക് പരിശുദ്ധ റമദാൻ മാസം. ശഹബാൻ മാസം 29 പൂർത്തിയാക്കി മാനത്തുദിച്ച നിലാവാണ് പുണ്യമാസത്തെ ഇക്കുറി വരവേറ്റത്. ഇതോടെ ആത്മീയ നിർവൃതിയിലേക്ക് വഴിമാറുകയായിരുന്നു വിശ്വാസികൾ. ഉപവാസത്തിന്റെ പകലും ഉപാസനയുടെ രാവുമായി ഇനിയൊരു മാസക്കാലം. ഇസ്ലാം ജനതയ്ക്ക് ആത്മനവീകരണത്തിന്റെ മാസം കൂടിയാണിത്. തെറ്റുകൾ ഏറ്റുപറഞ്ഞു തിരുത്തിയും ഉള്ളവർ ഇല്ലാത്തവർക്ക് സക്കാത്തു നൽകി ചേർത്ത് പിടിച്ചും ഖുറാൻ പാരായണത്തിലൂടെ മൂല്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയുമെല്ലാം പുണ്യമാസം നീങ്ങും. എന്നാൽ ഖുറാൻ അവതീർണമായ മാസം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പുലർകാലത്തെ സുബൈ നമസ്കാരത്തോടെ ഉപവാസം തുടങ്ങും. അസർ നമസ്കാരം പിന്നിട്ട് മൂവന്തിയിലെ മഗ്രിബ് നമസ്കാരത്തോടെ നോമ്പു തുറക്കൽ. സൗഹൃദത്തിന്റെ പങ്കുവയ്ക്കൽ കൂടിയാണ് ഈ നോമ്പുതുറ. നോമ്പുകാലത്തു മാത്രമായുള്ള തറാവി നമസ്കാരവും റമദാന്റെ സവിശേഷതയാണ്. 17-ാം രാവും 27-ാം രാവും ബദറിന്റെ ഓർമ്മ പുതുക്കലും ലൈലത്തുൽ ഖദറുമായി പുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസക്കാലം. ഈ പുണ്യമാസത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പ്രത്യേകം വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്ന് പ്രമുഖ ഇസ്ലാം മത പണ്ഡിതൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 24-നോട് പറഞ്ഞു. ജീവിതക്രമം ജനങ്ങൾ എല്ലാവരും വ്രതമനുഷ്ഠിക്കുകയും അതോടൊപ്പം വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം നടത്തുകയും വേണം. അപ്രകാരം പാവപ്പെട്ടവർക്ക് കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുകയും അവരുമായി കൂടുതൽ അടുക്കുകയും വേണം. ഇസ്ലാം എന്ന അറബി പദത്തിന്റെ അർത്ഥം സമാധാനം എന്നതാണ്. റമദാൻ നൽകുന്ന സന്ദേശവും സമാധാനത്തിൻ്റെതാണ്. സൗഹൃദത്തിലൂടെയുള്ള ആത്മനവീകരണത്തിലൂടെയുള്ള സമാധാനം. ദീപക് ധർമ്മടം 24 കോഴിക്കോട്. ഇനിയൊരു മാസക്കാലം ഇസ്ലാം മത വിശ്വാസികൾക്ക് പുണ്യമാസത്തിൻ്റെ കാലമാണ്. കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ദീപക് ധർമ്മടം തത്സമയം മോർണിംഗ് ഷോയിൽ. ദീപക്, ഗുഡ് മോർണിംഗ്. എനിക്കറിയാം വിശ്വാസികൾക്ക് ഇത് ഏറ്റവും വ്രതശുദ്ധിയുടെ നാളുകളാണ്. വിവരങ്ങൾ പറയൂ. SKN വ്രതശുദ്ധിയുടെ ഒരു പുണ്യമാസമാണ് റമദാൻ. അതായത് ശബാൻ മാസം കഴിയുന്നു, 29 വരെ അത് പൂർത്തിയാക്കി. അതിനുശേഷമാണ് റമദാൻ മാസം പിറക്കുന്നത്. ഞാനിപ്പോൾ കോഴിക്കോട് മർക്കസ് പള്ളിയിലാണുള്ളത്. മർക്കസ് പള്ളിയിലെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കാലത്ത് 5:20 റമദാൻ 1 തുടങ്ങിയത്. ഇന്ന് കാലത്തെ സുബൈ നമസ്കാരം എന്ന് പറയുന്ന ഹജർ നമസ്കാരത്തോടുകൂടി ഫജർ നമസ്കാരത്തോടുകൂടി 5:20 റമദാൻ ആരംഭിച്ചു. ഇന്ന് വൈകിട്ട് നോമ്പ് തുറക്കേണ്ട സമയം 6:43 കൂടിയാണ്. അതായത് മഗ്രിബ് നമസ്കാരം. അതായത് കാലത്ത് ഫജർ നമസ്കാരത്തിൽ തുടങ്ങി ലുഹർ, അസർ, മഗ്രിബ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ഇശാ എന്ന് പറയുന്ന നമസ്കാരം മാത്രമാണ്. പക്ഷേ എന്നാൽ പെരുന്നാൾ കാലത്ത് മാത്രം തറാവി എന്ന പേരിൽ ഒരു പ്രത്യേക നമസ്കാരമുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളം നീളുന്ന നമസ്കാരമാണ്. അത് ഈ വിശുദ്ധ മാസത്തിന്റെ, പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പ്രത്യേകതയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. മനു ദാമോദരൻ ഒന്ന് ക്യാമറ പാൻ ചെയ്യുമ്പോൾ കാണാം, ഇപ്പോൾ കോഴിക്കോട് മർക്കസ് പള്ളിയിൽ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവർ നോമ്പ് നോറ്റ് ആദ്യ നമസ്കാരത്തിൽ, കാലത്ത് സുബൈ നമസ്കാരം കഴിഞ്ഞവരാണ്. പക്ഷേ ഈ മാസത്തിന്റെ പ്രത്യേകത ഖുറാൻ അവതീർണമായ മാസം എന്ന നിലയിൽ പാരായണത്തിനും നമസ്കാരങ്ങൾക്കും വേണ്ടി മാത്രമായി, അതായത് ഖുറാൻ പാരായണം ചെയ്ത് മനസ്സിനെ പരിശുദ്ധമാക്കുക, തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനം നേടുക എന്നുള്ളതൊക്കെയാണ് ഇസ്ലാം ഈ ഒരു മാസക്കാലത്തൂടെ വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വലിയ ആത്മനവീകരണത്തിന്റെ, ഒരു ആത്മീയ നവീകരണത്തിന്റെ ഒരു സ്വയം ശുദ്ധീകരണ പ്രക്രിയ മനസ്സിൽ നടത്തുന്നതിന്റെ ഭാഗമായുള്ള എല്ലാ പള്ളികളിലും നമുക്ക് കാണാം പകൽ സമയത്ത് നിസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ഖുറാൻ പാരായണങ്ങളൊക്കെയായി. പ്രത്യേകിച്ച് മലബാറിലെ എല്ലാ പള്ളികളിലും പൊതുവിൽ ഇസ്ലാം മത വിശ്വാസികൾക്കെല്ലാം തന്നെ ഇത് പരിശുദ്ധ റമദാന്റെ പുണ്യ ദിനങ്ങളാണ്. ആദ്യ നോമ്പിന്റെ ദിവസമാണ് ഇന്ന്. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം.